ആക്ച്വലി ലൈഫിൽ സക്സസ് ആവുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഹൈലി ടാലന്റഡ് ഓർ ഇന്റലിജന്റ്. ജിം കാരി ഒരു സ്റ്റാൻഡപ്പ് കോമഡിയൻ ആയിരുന്നു. അത് ഈ ബാറിലും ഒക്കെ വന്നിട്ട് സ്റ്റാൻഡപ്പ് കോമഡിയൻ, അതായത് ഇതിലൊക്കെ ഇങ്ങനെ ഒരു ഇടവേളകളിൽ പ്രോഗ്രാം നടത്തിയിരുന്ന ഒരാളായിരുന്നു. പുള്ളിക്ക് മൂവി ആക്ടർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പുള്ളി ഒരു ചെക്ക് എഴുതി. ആ ചെക്കിൽ പുള്ളി $10 million ചെക്ക് ഇയാൾ എന്ത് ചെയ്ത്, ഇയാൾക്ക് ഡയറക്ടർ മൂവിയിൽ ആക്ട് ചെയ്യാൻ, അത് പ്രൊഡ്യൂസർ ഇയാൾക്ക് ഡയറക്റ്റ് മൂവിയിൽ ആക്ട് ചെയ്യാനേ വേണ്ടി ഇയാൾക്കൊരു എന്താ പറയുക കരാർ ഒപ്പിടുന്ന പോലെയൊക്കെ ചെക്ക് കൊടുക്കുന്ന പോലെ ഇയാൾ വിഷ്വലൈസ് ചെയ്തിട്ട് അയാൾ ചെക്ക് ചെയ്തിട്ട് അയാളെ വാലറ്റിൽ വെച്ചു. എന്നിട്ട് അയാൾ എന്നും ഇങ്ങനെ വിഷ്വലൈസ് ഇയാളെ മൂവിയിൽ വിളിക്കുന്നത് ഡംബൻ നമ്പർ എന്ന് പറഞ്ഞു. ഡംബൻ നമ്പർ എന്ന് പറഞ്ഞ മൂവിയിൽ ഇയാളെ കാശിന് സമയത്ത് ഇയാൾക്ക് $10 million മൂവിയിൽ കിട്ടിയത്. എക്സാക്ട്ലി നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മളെ റിയൽ എക്സ്പീരിയൻസും വിഷ്വലൈസ് എക്സ്പീരിയൻസും തമ്മിൽ ഡിഫറൻസ് ഇല്ല. അതായത് നമ്മൾ സ്റ്റേജിൽ കയറി എന്ത് പറയുന്നു, എന്ത് ആൾക്കാർ കൈയടിക്കുന്നു, ആൾക്കാർ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ഇത് നമ്മൾ ബിഫോർ യു റീച്ച് ദ സ്റ്റേജ്, നമ്മൾ അവിടെ എത്തുന്നതിന് മുമ്പ് നമ്മളെ മൈൻഡിൽ ഇത് കണ്ടിരിക്കണം. എങ്ങനെ നമ്മളവിടെ സംസാരിക്കുന്നു, ആൾക്കാരത് ഇംപ്രസീവ് ആവുന്ന, ആൾക്കാർ കൈയടിക്കുന്നു, നമ്മൾ ഭയങ്കര സൂപ്പറായിട്ട് സ്പീച്ച് നടത്തുന്നു. ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ കറക്റ്റ് വിഷ്വലിൽ കാണുക എന്നുള്ളതാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. കറക്റ്റ് എന്താണോ ആവാൻ പോകുന്നത്. അതല്ല ഇപ്പം നമ്മൾ ന്യൂയോർക്കിലേക്ക് പോകുന്നത്. ന്യൂയോർക്കിൽ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ ന്യൂയോർക്ക് എത്തുന്നതിന് മുമ്പ് ന്യൂയോർക്ക് കണ്ടിട്ടുണ്ട്, നമ്മൾ വീഡിയോയിൽ കണ്ടിട്ട്. നമ്മൾ അവിടെ എത്തുന്നു, നമ്മൾ അതിലൂടെ ട്രാവൽ ചെയ്യുന്നു, ടൈം സ്ക്വയറിൽ ഇരിക്കുന്നു, ഇങ്ങനെയൊക്കെ കാണുന്നു കരുത്. ഫോർ എക്സാമ്പിൾ ഷമീർ ഇപ്പം ന്യൂയോർക്കിൽ പോകത്തിലാണെങ്കിൽ നാളെ ന്യൂയോർക്ക് പോയാൽ ഷമീറിന് എന്താ ഫീൽ ചെയ്യാന്ന് വെച്ചാൽ ഞാനിവിടെ വന്നിട്ടുണ്ടോ എന്ന് തോന്നും. കാരണം നമ്മൾ പലതവണ വിഷ്വലൈസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഓൾറെഡി, അതായത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മളെ റിയൽ എക്സ്പീരിയൻസും വിഷ്വലൈസ് എക്സ്പീരിയൻസും തമ്മിൽ ഡിഫറൻസ് ഇല്ല, ഒരുപോലെ തോന്നും. അതാണ് നമുക്ക് എന്തുകൊണ്ട് ഇവിടെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് അവിടെ മുമ്പ് ചെന്നിട്ടുണ്ടെന്ന് തോന്നുന്ന പോലെ, അതാണ് വിഷ്വലൈസേഷൻ. അപ്പൊ നേരെ പറഞ്ഞു, ഇതില് ഞാൻ കേട്ടൊരു സ്റ്റോറിയാണ്. പുള്ളി പറഞ്ഞത് തന്നെ, ആളെന്നെ പറഞ്ഞത്. ജിം കാരി എന്ന് പറഞ്ഞ ആക്ടർ ഉണ്ട്, മാസ്ക് എന്ന് പറഞ്ഞ മൂവി അറിയാലോ, അതിലെ ആക്ടറാണ് ജിം കാരി. ജിം കാരി ഒരു സ്റ്റാൻഡപ്പ് കോമഡിയൻ ആയിരുന്നു. അത് ഈ ബാറിലും ഒക്കെ വന്നിട്ട് സ്റ്റാൻഡപ്പ് കോമഡിയൻ, അതായത് ഇതിലൊക്കെ ഇങ്ങനെ ഒരു ഇടവേളകളിൽ പ്രോഗ്രാം നടത്തിയിരുന്ന ഒരാളായിരുന്നു. പുള്ളിക്ക് മൂവി ആക്ടർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, ബേണിംഗ് ഡിസയർ ആയിരുന്നു. പുള്ളി എന്താ ചെയ്യുന്ന വെച്ചാല്, പുള്ളി ഒരു 1995, അതായത് പുള്ളി 1990 ആ സമയത്താണ് പുള്ളി ഇതിങ്ങനെ എന്താ പറയാ ഭയങ്കര പുള്ളിയുടെ ആഗ്രഹം കൊണ്ട് പുള്ളി ഒരു ചെക്ക് എഴുതി. ആ ചെക്കിൽ പുള്ളി $10 million ചെക്ക് ഇയാൾ എന്ത് ചെയ്ത്, ഇയാൾക്ക് ഡയറക്ടർ മൂവിയിൽ ആക്ട് ചെയ്യാൻ, അത് പ്രൊഡ്യൂസർ ഇയാൾക്ക് ഡയറക്റ്റ് മൂവിയിൽ ആക്ട് ചെയ്യാനേ വേണ്ടി ഇയാൾക്കൊരു എന്താ പറയുക കരാർ ഒപ്പിടുന്ന പോലെയൊക്കെ ചെക്ക് കൊടുക്കുന്ന പോലെ ഇയാൾ വിഷ്വലൈസ് ചെയ്തിട്ട് അയാൾ ചെക്ക് ചെയ്തിട്ട് അയാളെ വാലറ്റിൽ വെച്ചു. എന്നിട്ട് അയാൾ എന്നും ഇങ്ങനെ വിഷ്വലൈസ് ഇയാളെ മൂവിയിൽ വിളിക്കുന്നതും അതിന് കാസ്റ്റ് ചെയ്യുന്നതും എന്നിട്ട് അയാൾക്ക് $10 million കിട്ടുന്നതും ഇയാൾ ഡെയിലി വിഷ്വലൈസ് ചെയ്തിട്ട് ഇങ്ങനെ അയാൾ ക്ലിയർലി ആ മൂവിയിൽ അഭിനയിക്കുന്നതും അയാൾ സൂപ്പർ സ്റ്റാറായി മാറുന്നു, ആളുകൾ അയാളെ എന്താ പറയാ സെലിബ്രിറ്റി ആയിട്ട് കാണുന്നതൊക്കെ ഇയാൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യും. ഇയാൾ കണ്ടിന്യൂസ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇയാള് വീട്ടിലിരുന്നിട്ട് എന്താ പറയാ പോപ്കോൺ നിന്നുകൊണ്ടല്ല ഇയാൾ വിഷ്വലൈസ് ചെയ്യുന്നത്. ഇയാള് വീട്ടിലിരുന്ന് വിഷ്വലൈസ് ചെയ്യുന്നതോടുകൂടി ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനു വേണ്ട എല്ലാ എന്താ പറയാ ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്യുന്ന, അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന, എവറി ഡേ ഇയാൾ മാസീവ് ആക്ഷൻ എടുക്കുന്നുണ്ട്. അല്ലാതെ വീട്ടിൽ നിന്നുകൊണ്ട് വെറുതെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, വിഷ്വലൈസ് ചെയ്യുന്നതുകൊണ്ട് ഇയാള് കറക്റ്റ് അതിനു വേണ്ട എല്ലാ ആക്ടിവിറ്റീസും, അതിനു വേണ്ട മീറ്റപ്പും, അതിനു വേണ്ട എന്താ പറയുക ഓഡീഷനും കാര്യങ്ങളൊക്കെ ഇയാൾ പോകുന്നുണ്ട്. അങ്ങനെ ഇയാള് ഈ 1995 ഇയാളെ മൂവിയിൽ കാസ്റ്റ് ചെയ്യുമ്പോൾ ഡംബൻ നമ്പർ എന്ന് പറഞ്ഞ മൂവിയിൽ ഇയാളെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് $10 million മൂവിയിൽ കിട്ടിയത്. എക്സാക്ട്ലി വിഷ്വലൈസ് ചെയ്ത് എന്താണ് അതുപോലെയാണ് അയാളെ ലൈഫിൽ സംഭവിച്ചത്. ആ മൂവിയിൽ അയാളെ കാസ്റ്റ് ചെയ്ത മൂവി നന്നായിട്ട് സക്സസ് ആയ മൂവിയാണ്. 90s ഇയാൾ ഈ വിഷ്വലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അയാൾ ജസ്റ്റ് ഒരു സ്റ്റാൻഡപ്പ് കോമഡിയൻ മാത്രമായിരുന്നു വന്നത്. അവിടെ നിന്ന് അയാൾ ഒരു മൂവി ആക്ടർ ആണെന്ന് ഇയാൾ പറയുന്നത്, ഇയാൾ ഒരു ഇന്റർവ്യൂവിൽ കറക്റ്റ് ഇയാൾ പറയുന്ന കാര്യമാണ്. ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ട് എന്നും ഇങ്ങനെ വാലറ്റിൽ നിന്ന് ചെക്ക് കിട്ടിയത് എടുത്തിട്ട് അത് കിട്ടിയതായിട്ട് ഇങ്ങനെ അയാൾ ഫീൽ ചെയ്യുന്നു.